ഇത്രമേൽ വാശിയോടെ, ഇത്രമേൽ നിർദ്ദയം ഇറാൻ തിരിച്ചടിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളും അതിന് ഇരയായതിൻ്റെ കാരണം ഇപ്പോൾ വളരെ വ്യക്തമാണ്. തങ്ങളുടെ പരമോന്നത നേതാവ് 85 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ മനുഷ്യനെയും ഏതാണ്ട് 10-40ഓളം വരുന്ന കുഞ്ഞുങ്ങളെയും അടക്കം കൊന്നുതള്ളിയ ഭീകരതയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമ്പോൾ അവരുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക, അത് നമുക്ക് സ്വീകാര്യമാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെയാവും. യവനെയൊക്കെ തീറ്റിപ്പോറ്റി, യവനൊക്കെ താവളമൊരുക്കി, യവനൊക്കെ സൗകര്യങ്ങൾ നൽകി ഏറ്റവും സന്തോഷവും മനോഹരവുമായി അഭിരമിക്കുമ്പോൾ തങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാനുള്ള അവസരമൊരുക്കി അങ്ങനെ കുറച്ചുപേർ സന്തോഷിച്ചും ഞങ്ങൾക്ക് മാത്രം നഷ്ടവുമായി അങ്ങനെ ഒരു പുതിയ വേൾഡ് ഓർഡർ വേണ്ട, അനുഭവിക്കുന്നവർ എല്ലാവരും കൂടി ഒരുമിച്ച് അനുഭവിക്കട്ടെ എന്ന് പറയുന്ന, ഒരുപക്ഷെ അവർക്ക് മാത്രം ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു ഫിലോസഫിയാകാം ഇത്തരമൊരു കടന്നാക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പൊക്കെ ഇറാനെ ആക്രമിക്കുമ്പോഴൊന്നും മിഡിൽ ഈസ്റ്റ് വല്ലാതെ ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണ ഒരാക്രമണത്തിൽ മാത്രമാണ് അവസാന നിമിഷം എല്ലാവരും അതൊരു ധാരണയിലായിരുന്നു എന്ന് പറയുന്ന തരത്തിൽ ഖത്തറിലേക്കിട്ട് ഒരടിയടിച്ച് ആ യുദ്ധം അവസാനിച്ചത്. അത് അവസാനിപ്പിച്ചതിന് പകരം അവിടെ നിന്ന് ആ അവസാനിക്കുന്ന നിമിഷം ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ മേലുള്ള തന്ത്രങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയായിരുന്നു. ഒമാൻ്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, അത് ആണവായുധവുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു മനോഹരമായ ഒരു സുതാര്യമായ ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന സമയത്താണ് ഇസ്രയേൽ ഇത്തരമൊരു സംഗതിയിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചത് എന്നാണ് പറയുന്നത്. ഏറ്റവും കുടിലതന്ത്രവും ഏറ്റവും ഹീനമായ മനസ്സുമുള്ള നെതന്യാഹുവിനെ പോലൊരാളിനോടൊപ്പം അതുപോലെ തന്നെ ഏറ്റവും അധർമ്മം പ്രവർത്തിക്കുന്നവനുമായ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിനെ കൂടെ കിട്ടിയാൽ ഇത് ഒരു രാജ്യത്തിന് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു താക്കീതാണ്. അധാർമികത, അനീതി എന്നാണ് ട്രംപ് പറയുന്നത്. എന്ത് അധാർമികതയാണ് അയാൾക്ക് പറയാനുള്ള യോഗ്യത? ലോകത്തിലെ ഏറ്റവും വലിയ അധർമ്മിയും അധാർമികത പറയുന്നതും അയാളല്ലാതെ മറ്റാരാണ്? തൻ്റെ ചെറുമക്കളുടെ പോലും പ്രായമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളുമായി അഭിരമിച്ചതിൻ്റെ ചിത്രമടക്കം സമൂഹ മാധ്യമത്തിലും പുറത്തും കിടക്കുമ്പോൾ കണ്ണിൽ കണ്ട ഒരു പെണ്ണിനെയും വിടാത്ത പെണ്ണുപിടിയനും വിടുവായനുമായ ട്രംപിന് ലോകത്തിലെ ഏത് നേതാവിൻ്റെ അധാർമികതയെക്കുറിച്ച് പറയാനാണ് യോഗ്യതയുള്ളത്? ഭയന്നും കീഴടങ്ങിയും നമ്മുടെ രാജ്യത്ത് ചിലരൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ലോകത്തെല്ലാവർക്കും, അയാളുടെ ഭാര്യയ്ക്ക് പോലും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ അധർമ്മിയും അധാർമികനും അയാളാണെന്ന്. എന്നാൽ പോലും വീണ്ടും അധർമ്മത്തിൻ്റെയും അധാർമികതയുടെയും കാര്യം പറഞ്ഞാണ് മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്നത്. ഇവരെ തീറ്റിപ്പോറ്റുന്നവരൊക്കെയും ഒപ്പം കൂടെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് എന്നും സുരക്ഷിതരാണെന്ന സന്ദേശം വേണ്ട എന്നുള്ളതാണ് ഈ പറയുന്ന ഇറാനിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം ഇറാനും ഒരു കാലത്ത് ഇവരുടെയൊക്കെ യുദ്ധങ്ങളിലെ സഖ്യകക്ഷിയായിരുന്നു. എന്നാൽ ഓരോരുത്തരെ തകർത്ത് അടുത്ത തകർക്കാൻ കൂട്ടുനിന്നവനെ തകർത്ത് മുന്നേറുന്ന ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ കാലത്ത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് ഈ രാജ്യങ്ങളുടെ കൂട്ടുകെട്ട്. ഏത് രാജ്യത്തെയും ഏത് ഭരണാധികാരിയെയും ഇതുപോലെ സംവിധാനം ഉപയോഗിച്ച് കീഴ്പ്പെട്ടില്ലെങ്കിൽ, അടിമയായില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് എൻ്റെ ജാതിയാണ്, എൻ്റെ വംശമാണ് എന്ന തരത്തിൽ ആവേശപൂർവ്വം കൈകൊട്ടുന്നവർ നാളെ മറിച്ചൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊന്നും ഒരു വംശത്തെയും ഒരു സമൂഹത്തെയും മാത്രം ഒന്നും രക്ഷപ്പെടുത്തില്ല. ഇറാനിലുമുണ്ട് ജൂത പള്ളികൾ, ധാരാളമായുണ്ട്. അവിടെയുമുണ്ട് മനുഷ്യർ. ഈ കൊല്ലപ്പെട്ട 55 കുഞ്ഞുങ്ങളിൽ ഉറപ്പായും അത്തരം കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഓരോ യുദ്ധവും ഏതെങ്കിലും ജാതിക്കാരെ മാത്രം തിരിഞ്ഞു പിടിച്ച് കൊല്ലപ്പെടുന്ന ഈ പറയുന്ന ബോംബും അണുബോംബും ആറ്റം ബോംബും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പേര് നോക്കിയും മരണപ്പെട്ട ആളിൻ്റെ ജാതി നോക്കിയും കൊല്ലുന്നവൻ്റെ ജാതി നോക്കിയുമല്ല ഈ അധാർമിക മനുഷ്യക്കെടുതി ഉണ്ടാക്കുന്ന യുദ്ധത്തെ വിലയിരുത്തേണ്ടത്. അതിൻ്റെ പിന്നിൽ നഷ്ടപ്പെടുന്ന മനുഷ്യരെ ഓർത്തും കഷ്ടപ്പെടുന്ന ജീവനുകളെ ഓർത്തും അതിനേക്കാളുപരി സ്വസ്ഥമായി ഓരോ രാജ്യത്തിൻ്റെയും അഭിമാനബോധത്തോടെ അവനവൻ്റെ അതിർത്തി സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ ആ സ്വത്വബോധത്തെയും തകർക്കുന്നതിനെതിരെയാണ് നിലപാടെടുക്കേണ്ടത്. അവിടെയാണ് ഉത്തരമുള്ളത്.